ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, കൊല്ലക്കുടിയിൽ സൂചി വിൽപ്പനാന്നോ അല്ലെങ്കിൽ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി അയക്കുന്നു ഒക്കെ പറയുന്നത് പോലെ ADGP പി വിജയന്റെ പേരിൽ ഒരു വ്യാജ ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കി അതുവഴി 50,000 രൂപ തട്ടിയതായി മറ്റൊരു പരാതി വരുന്നു. പി വിജയൻ IPS ആണെന്ന് പരിചയപ്പെടുത്തി സൗഹൃദം സ്ഥാപിച്ചായിരുന്നു തട്ടിപ്പ്. CRPF-ൽ ജോലി ചെയ്യുന്ന സുഹൃത്ത് സ്ഥലം മാറി പോവുകയാണെന്നും 1 ലക്ഷം രൂപ വില വരുന്ന ഗാർഹിക ഉപകരണങ്ങൾ 50,000 രൂപയ്ക്ക് നൽകാമെന്നും വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. തിരുവനന്തപുരം സ്വദേശിയാണ് പരാതിക്കാരൻ. ഈ പണം അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തെങ്കിലും പിന്നീട് ഇങ്ങനെ ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അരുൺ, ഒന്നാമത് പി വിജയൻ ഇങ്ങനെ ഒരു കാര്യത്തിന് മെസ്സേജ് അയക്കില്ല എന്നൊരു ധാരണ നമുക്ക് സ്വാഭാവികമായും ഉണ്ടാവേണ്ടതായിരുന്നു. ക്ഷമിക്കണം, VV അരുൺ അല്ല. ആ വാർത്ത ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ പലപ്പോഴും പ്രമുഖരുടെയൊക്കെ പേരിൽ അത്തരം പേജുകൾ ഉണ്ടാവുകയും അതിൽ നിന്ന് ഇങ്ങനെ അസ്വാഭാവികമായ ഇത്തരം ആവശ്യങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കുക. ദയവ് ചെയ്ത് അവരെ നേരിട്ട് തന്നെ ബന്ധപ്പെട്ട് അവരല്ല എന്ന് ഉറപ്പിക്കാൻ ശ്രമിക്കുക. നമ്മുടെ മുന്നിൽ വരുന്ന കാര്യങ്ങളിലെല്ലാം ഒരു തട്ടിപ്പ് നടക്കാൻ സാധ്യതയുണ്ട്. മുന്നിൽ വരുന്നതൊക്കെ ശരിയാവുമെന്നല്ല, മുന്നിൽ വരുന്നതിലൊക്കെ തെറ്റുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊരു മനോഭാവത്തോടെ സൈബർ സ്പേസിൽ ഇടപെടുന്നതാണ് ഏറ്റവും ബുദ്ധി എന്നാണ് സൈബർ വിദഗ്ധർ പറയുന്നത്. അപ്പം നല്ലവണ്ണം ശ്രദ്ധിക്കുക. കാരണം ഏതൊക്കെ വിധത്തിൽ തട്ടിപ്പ് വരുമെന്ന് നമുക്കിപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. അത് ചിലപ്പോൾ പരിവാഹന്റെ രൂപത്തിലാവാം, ചിലപ്പോൾ ഡിജിറ്റൽ അറസ്റ്റ് ആവാം, ചിലപ്പോൾ നമ്മുടെ സുഹൃത്താവാം. അങ്ങനെ പലതരത്തിലുള്ള തട്ടിപ്പുകളുടെ ഒരു ലോകമാണ് ഈ സൈബർ ലോകം എന്നൊരു മുന്നറിയിപ്പ് മാത്രം നൽകുകയാണ്. മറ്റു വാർത്തകളിലേക്ക് പോകാം.